നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയിൽ കഴിഞ്ഞ ആ 6 മാസക്കാലം താനൊന്ന് ചിരിക്കാൻ പോലും ബുദ്ധിമുട്ടി എന്ന് ആ 19-കാരൻ തുറന്നു പറഞ്ഞു. ഫുട്ബോൾ ആരാധകരുടെ ഇടനെഞ്ചിൽ ഒരു സങ്കടമായി നിലനിന്നിരുന്നു വിക്ടർ റോക്ക്. കാരണം ബ്രസീലിൽ നിന്ന് വലിയ പ്രതിഭ എന്ന രൂപത്തിൽ വളർന്നു വന്നിട്ട് ബാഴ്സലോണ വലിയ രൂപത്തിൽ ആനയിച്ച് കൊണ്ടുവന്നിട്ട് ടൈഗ്രീഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ട് വേണ്ട വിധത്തിൽ അവസരം കൊടുക്കാതെ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടിച്ചു. ഒടുവിൽ ഇപ്പൊ ലോണിൽ റയൽ ബെറ്റീസിലേക്ക് എത്തി. ഇതാ കോളടി ആരംഭിച്ചിരിക്കുകയാണ് വിക്ടർ റോക്ക് തിളങ്ങുമെന്ന കാര്യം ഉറപ്പായിരുന്നു. കാരണം ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് ബ്രസീലിന്റെ അണ്ടർ-20 ടീമിന് വേണ്ടി പോയി കളിച്ച് മികച്ച പ്രകടനം നടത്തി ആ സന്തോഷമൊക്കെ തിരികെ പിടിച്ചിട്ടാണ് അവൻ വന്നത്. കാരണം ബ്രസീലിന് വേണ്ടി മെക്സിക്കോക്കെതിരെ കളിച്ചതിന് ശേഷം അവൻ പറഞ്ഞു, 6 മാസക്കാലം ഞാൻ നന്നായിട്ട് അനുഭവിച്ചു, ഒന്ന് ചിരിക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്നു, ഇപ്പൊ ഞാൻ സന്തോഷത്തിലാണെന്ന് പറഞ്ഞിരുന്നു. ആ സന്തോഷം കളിക്കളത്തിൽ നമ്മൾ കണ്ടു. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് കളിക്കളത്തിലേക്ക് വന്നത്. 86-ാമത്തെ മിനിറ്റിൽ വിക്ടർ റോക്ക് ലഗാനസിനെതിരെ ഗോൾ അടിച്ചതോടെ റയൽ ബെറ്റീസ് മത്സരത്തിൽ വിജയം ഉറപ്പാക്കുകയായിരുന്നു. 2-0 റയൽ ബെറ്റീസ് വിജയിച്ചിരിക്കുന്നത്. മത്സരത്തിൽ മുൻ ബാഴ്സ താരം മെസബ്ദയാണ് റയൽ ബെറ്റീസിന്റെ ആദ്യ ഗോൾ 74-ാമത്തെ മിനിറ്റിൽ കണ്ടെത്തുന്നത്. എന്തായാലും മത്സരം 60 മിനിറ്റ് പിന്നിട്ട ഘട്ടത്തിലാണ് വിക്ടർ റോക്ക് കളിക്കളത്തിലേക്ക് വന്നിരുന്നത്. 86-ാമത്തെ മിനിറ്റിൽ റോക്കിന്റെ ഗോളും പിറന്നു. അങ്ങനെ ആ ഗോൾ അടിച്ചതിന് ശേഷം റയൽ ബെറ്റീസിന്റെ ജേഴ്സിയിൽ കിസ് ചെയ്യുന്ന വിക്ടർ റോക്കിനെ നമ്മൾ കണ്ടു. ഏതായാലും റോക്ക് വലിയ സന്തോഷത്തിലാണ്. റയൽ ബെറ്റീസും ഇതാ വിജയപാതയിൽ തന്നെ വരികയാണ്. ഏകപക്ഷീയമായ 2 ഗോളിന്റെ വിജയം നേടിയതോടെ അവർ ഈ സീസണിൽ ലാലിഗയിൽ ആദ്യ വിജയമാണ് 4 കളി കളിച്ചിട്ട് ഇപ്പോൾ നേടുന്നത്. 1 വിജയം, 2 സമനില, 1 തോൽവി, 5 പോയിന്റോടെ അവരിപ്പോ 9-ാം സ്ഥാനത്ത് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.